രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സഞ്ജുവിന്റെ ഏറ്റവും പുതിയ പ്രതികരണം ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്തു. ഷാർജയിൽ നടന്ന ഒരു പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത് ആരാധകർക്കിടയിൽ ആകാംക്ഷയുടെയും അനിശ്ചിതത്വത്തിന്റെയും ഒരു മിശ്രിതമുണ്ടാക്കി. കഴിഞ്ഞ സീസൺ അവസാനിച്ചത് മുതൽ സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് നോട്ടമിട്ടിരുന്നുവെന്നും ട്രേഡിംഗ് വിൻഡോയിൽ താരത്തെ സ്വന്തമാക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു. സഞ്ജുവിന്റെ ഈ പ്രതികരണം ഇത്തരം വാർത്തകൾക്ക് വ്യക്തമായ ഒരു സൂചന നൽകുന്നുണ്ട്. നേരത്തെയും ഇങ്ങനെ ഒരു അഭ്യൂഹം വന്നപ്പോൾ സഞ്ജു അത് പൂർണ്ണമായും തള്ളിക്കളയുകയും രാജസ്ഥാൻ റോയൽസിനോട് തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്തവണത്തെ പ്രതികരണം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇത് അദ്ദേഹം കൂടുമാറ്റത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. സഞ്ജുവിനെ ഒരു പുതിയ ടീമിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനം രാജസ്ഥാൻ റോയൽസ് ടീമിനുള്ളിൽ അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നതാണ്. മുൻ കോച്ചും ടീം ഡയറക്ടറുമായിരുന്ന കുമാർ സംഗക്കാരയുമായി സഞ്ജുവിന് വളരെ നല്ല ബന്ധവും ഒത്തിണക്കവും ഉണ്ടായിരുന്നു. ടീമിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇരുവരും ഒരുമിച്ചാണ് എടുത്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണിന് മുൻപ് സംഘക്കാരയ്ക്ക് പകരം രാഹുൽ ദ്രാവിഡ് മുഖ്യ കോച്ചായി എത്തിയതോടെ കാര്യങ്ങൾ താളം തെറ്റി. ദ്രാവിഡിന്റെ ചില തീരുമാനങ്ങളിൽ സഞ്ജുവിന് അതൃപ്തി ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സഞ്ജുവിന്റെ തുറുപ്പ് ചീട്ടുകളായിരുന്ന ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചാഹൽ, ട്രെന്റ് ബോൾട്ട്, ആർ അശ്വിൻ തുടങ്ങിയ താരങ്ങളെ ദ്രാവിഡ് ഒഴിവാക്കിയത് കഴിഞ്ഞ സീസണിൽ ടീമിന്റെ പ്രകടനത്തെ സാരമായി ബാധിച്ചു. ഒരു കളിക്കിടയിൽ ഗ്രൗണ്ടിന് പുറത്ത് ദ്രാവിഡ് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് ശ്രദ്ധിക്കാതെ സഞ്ജു മാറി നടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ സംഭവങ്ങൾ ടീം മാനേജ്മെന്റുമായി സഞ്ജുവിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തമാക്കുന്നതാണ്. കൂടാതെ ടീമിനകത്ത് ക്യാപ്റ്റൻസിക്കായി വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്നുവെന്നും സൂചനയുണ്ട്. വൈഭവ് സൂര്യവംശിയുടെ വരവോടെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായേക്കുമോ എന്ന ആശങ്കയും സഞ്ജുവിന് ഉണ്ടായിട്ടുണ്ടാകാം. ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിനുള്ള പ്രാധാന്യം കുറയുന്നുവെന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. ഇത് പുതിയൊരു ടീമിലേക്കുള്ള മാറ്റത്തിന് വഴിയൊരുക്കുന്നുണ്ട്. സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയാൽ അത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. MS ധോണിയുടെ പിൻഗാമിയായി ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കാം. ധോണിയുടെ നേതൃത്വത്തിൽ കളിക്കുന്നതും അദ്ദേഹത്തിൽ നിന്നും പഠിക്കുന്നതും സഞ്ജുവിന് ഒരുപാട് ഗുണം ചെയ്യും. ഒരു യുവ ക്യാപ്റ്റനെ വളർത്തിയെടുക്കുന്നതിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സഞ്ജുവിനെ പോലൊരു താരത്തിന് അവരുടെ ടീം സംസ്കാരം വളരെ അനുയോജ്യമായിരിക്കും. കൂടാതെ ചെന്നൈ സൂപ്പർ കിങ്സിന് കേരളത്തിലെ ആരാധക പിന്തുണ വളരെ വലുതാണ്. സഞ്ജു ആ ടീമിന്റെ ഭാഗമായാൽ അത് ചെന്നൈക്ക് കൂടുതൽ ആരാധകരെ നേടിക്കൊടുക്കും. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ധോണിക്ക് ശേഷം ഒരു വിശ്വസ്തനായ ക്യാപ്റ്റനെ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. സഞ്ജു സാംസൺ ആ സ്ഥാനത്തേക്ക് അനുയോജ്യനാണെന്ന് അവർ കരുതുന്നുണ്ടാവാം. ഈ കൂടുമാറ്റം നടക്കണമെങ്കിൽ അതിന് ചില നിയമപരമായ നടപടികൾ ആവശ്യമാണ്. ട്രേഡിംഗ് വിൻഡോയിലൂടെ സഞ്ജുവിനെ ചെന്നൈക്ക് സ്വന്തമാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലമായ 8 കോടി രൂപ റോയൽസിന് കൈമാറണം. അല്ലെങ്കിൽ ഇതേ മൂല്യമുള്ള കളിക്കാരനെയോ റോയൽസിന് നൽകണം. ഈ തീരുമാനങ്ങൾ രാജസ്ഥാൻ റോയൽസും BCCIയും അംഗീകരിച്ചാൽ മാത്രമേ കൂടുമാറ്റം സാധ്യമാവുകയുള്ളൂ. സഞ്ജുവിന്റെ ഇപ്പോഴത്തെ മറുപടി ഒരു തമാശയായി കാണാമെങ്കിലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താല്പര്യവും ഒരുമിച്ച് ചേരുമ്പോൾ ഈ കൂടുമാറ്റം യാഥാർത്ഥ്യമായേക്കാം. ഇത് സഞ്ജുവിന്റെ കരിയറിലെ ഒരു നിർണായക നിമിഷമായിരിക്കും. ധോണിയുടെ കീഴിൽ കളിക്കാനും ഒരുപക്ഷെ അടുത്ത ക്യാപ്റ്റൻ ആകാനും അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയാണെങ്കിൽ അത് സഞ്ജുവിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിനും ഗുണം ചെയ്യും. ചുരുക്കത്തിൽ സഞ്ജുവിന്റെ ഈ നീക്കം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. രാജസ്ഥാൻ റോയൽസിലെ അദ്ദേഹത്തിന്റെ ഭാവി എന്തായിരിക്കും? അടുത്ത സീസണിൽ സഞ്ജു മഞ്ഞ ജേഴ്സിയിൽ കളിക്കുമോ എന്നറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.